channel and finally I got this. സത്യം പറഞ്ഞാൽ ഇതൊരു 3-4 കൊല്ലമായി എൻ്റെ വിഷ് ലിസ്റ്റ് കയറിയിട്ട്, ബട്ട് ഇപ്പോഴാണ് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഒത്തു വന്നത്. കാരണം ഞാൻ നോക്കുന്ന ടൈമിലൊക്കെ 600-700 രൂപയ്ക്കായിരുന്നു, ബട്ട് ഇപ്പോഴാണ് എനിക്ക് 300 രൂപയ്ക്ക് കിട്ടിയത്. സാധനം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഈ ജേണലൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു. ആൻഡ് നെക്സ്റ്റ് നമുക്ക് 2 ലെറ്റേഴ്സ് ആയിരുന്നു. 2ലെയും പ്രിന്റ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു സ്പേസ് ഉണ്ടായിരുന്നു ഇതിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കളറായിരുന്നു. ഐ ലൈക്ക് ഇറ്റ് സോ മച്ച്. നമുക്കിതിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഇട്ട് വെക്കാം. നെക്സ്റ്റ് ഐറ്റം മെമ്മോ പാഡ്സ് ആയിരുന്നു. ടോട്ടലി 90 പീസസ് ഉണ്ടായിരുന്നു ഇതിൽ. നല്ല തിക്കായിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു ഇത്. ലാവൻഡർ പർപ്പിൾ തീമായിരുന്നു. ഈ മെമ്മോ പാഡിൽ 30 പീസസ് ഉണ്ടായിരുന്നു. ഒരു ലാവൻഡർ ഷെയ്ഡായിരുന്നു ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ചെക്ക് ലിസ്റ്റ് ആയിരുന്നു. ഒരു പർപ്പിൾ ഷെയ്ഡായിരുന്നു ഇതിനുണ്ടായിരുന്നത്. ഇതിലൊരു ബാഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും സൈസ് ഭയങ്കര സ്മോൾ ആയിരുന്നു. ഒരു പാം സൈസ് ആയിരുന്നു. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. ഇതും 30 പീസസ് ആയിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഒരു ടു ഡു ലിസ്റ്റ് ആണ്. ഇതിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എഴുതാം. ചെയ്തതിന് ശേഷം അത് ടിക്കിടാം. അതിലെ ടൂലിപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓവറോൾ ഒരു 10/10 കൊടുക്കാം. എല്ലാം ഈച്ച് 30 പീസസ് ഉണ്ടായിരുന്നു. വണ്ടർഫുൾ ഡേ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിന് മെറ്റീരിയൽ പേപ്പർ എന്നാണ് പറയാ. 10 പീസസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. എല്ലാം ഡിഫറെന്റ് പാറ്റേൺസ് ആയിരുന്നു. ഒന്നും റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഒരു പർപ്പിൾ, ബ്ലൂ, ബ്ലാക്ക് അങ്ങനെ ഷെയ്ഡിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ജനറൽ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ഇതാണ് ഡെക്കറേറ്റീവ് കാർഡ്സ്. ഇതിൽ വന്നിട്ടുള്ള ഹെലോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിൽ ഒരുപാട് കാർഡ്സ് ഉണ്ട്. ഈ ഹെലോ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. ഹാവ് എ ഗുഡ് ടൈം. അതുപോലെ ഒരുപാട് കോഡ്സ് ഉണ്ടായിരുന്നു. ഈ ബട്ടർഫ്ലൈ ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് കാർഡ്സ് ഉണ്ടായിരുന്നു. ആ സ്ട്രോബെറി ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു. പിന്നെ ഇതാണ് ഡെയിലി വാഷി സ്റ്റാമ്പ്സ്. ഇതിൽ 31 പീസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഹേർട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇത് നമുക്ക് ഡെയിലി ജേണലിൽ ഒട്ടിക്കാം. ഇതാണ് ഫോൾഡബിൾ കാർഡ്സ്. ഇത് 10 ഷീറ്റ് ആയിരുന്നു. ഈച്ച് 3 പീസസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചിലതിൽ നമുക്ക് കളേഴ്സ് കാണാം, ചിലതിൽ നല്ല പിക്ചേഴ്സും ആയിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ കാറ്റൊക്കെ അടിപൊളിയായിരുന്നു. അതുപോലെ വന്നിട്ട് 10 പീസസ്. ഇതൊക്കെ ഒരു ഐവറി ഷീറ്റിന്റെ അത്ര തിക്കായിരുന്നു. പിന്നെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമായിരുന്നു ഈ ട്രാൻസ്പെറൻറ്റ് സ്റ്റിക്കേഴ്സ്. ഒരു ഷീറ്റിൽ കുറച്ച് ഇംഗ്ലീഷ് കോഡ്സും മറ്റേതിൽ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ചൈനീസോ കൊറിയനോ ആണെന്ന് തോന്നുന്നു. പിന്നെ 2 വാഷി ടാബ്സ്, ഒന്ന് പ്ലെയിനും ഒന്ന് കുറച്ച് പാറ്റേൺ ആയിട്ടും. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും അതുപോലുള്ള ഡിഫറെന്റ് പാറ്റേൺസ് ഉള്ള കുറച്ച് സ്റ്റിക്കേഴ്സും ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയത് പിന്നെ ഈ സ്റ്റിക്കേഴ്സ് ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല പിക്ചേഴ്സ് ആയിരുന്നു ഇതിലൊക്കെ. ഒരു പർപ്പിൾ ഷെയ്ഡായിരുന്നു എല്ലാത്തിനും. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് പേപ്പർ. ഇതിൽ ടോട്ടൽ 5 പീസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗ്രിഡ് പാറ്റേൺ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നത്. അതുപോലെ ഒരുപാട് പാറ്റേൺസ് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് ജേണൽ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒട്ടിക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യും. സോ അത്രയേ ഉള്ളൂ. ബൈ.